ഹലോ ആർമീസ്, ഹോബിയുടെ ഇന്നലത്തെ ലൈവിന്റെ ഒരു ചെറിയ ഷോർട്ട് ട്രാൻസ്ലേഷൻ ആണിത്. ഹോബി ആദ്യം വന്നപ്പോ തന്നെ വാട്സപ്പ് എന്നും പറഞ്ഞാണ് വന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിവേ എന്റെ അപ്പിയറൻസ് അത്ര നന്നായിട്ടല്ല ഇരിക്കുന്നത്, എന്റെ ഹെയർ ഒക്കെ ഒരു മെസ് ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം ഞാൻ കോൺസേർട്ടിൽ നിന്ന് നേരെ വന്ന ലൈവ് ആണെന്ന്. അപ്പൊ ആർമീസ് പറയുന്നുണ്ട്, കോൺസേർട്ട് വളരെ അമേസിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ ഹോബിയുടെ ഹെയറും എന്തൊക്കെയായാലും നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഹോബി ഒരു കമന്റ് വായിക്കുന്നുണ്ട് ഒരു ആർമിയുടെ, എനിക്ക് 2 ഷോയ്ക്കും വരാൻ പറ്റിയില്ല ഹോബിയുടെ, ഓ മാൻ, അങ്ങനെ ഒരു കമന്റ് ആയിരുന്നു. അപ്പൊ ഹോബി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, ടുമാറോ സ്റ്റേജിൽ ലെറ്റ്സ് ബേൺ അപ്പ് ദി സ്റ്റേജ് എന്ന്. എന്നിട്ട് ഞാനിപ്പോ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട്, ജാസ് മ്യൂസിക് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, എന്റെ വൈബിന് പറ്റിയതല്ലേ എന്നും ചോദിക്കുന്നു. കൂടാതെ യെസ്റ്റർഡേ ടുമാറോ ബോത്ത് കൺസേർട്ടും വളരെ ഫൺ ആയിരുന്നു, അതുപോലെ തന്നെ ആർമീസിന്റെ കൂടെ എന്റെ ഗ്രേറ്റസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, എല്ലാ നന്ദിയും ആർമീസിനെ അറിയിക്കുന്നു എന്നും ഹോബി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്റെ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണ് ആർമീസ് എന്നൊക്കെ ഹോബി ചോദിക്കുന്നുണ്ട്. കൂടാതെ ഒരു ആർമി ബാർസലോണയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ എനിക്ക് എല്ലായിടത്തും പോകണമെന്നും റിപ്ലൈയിൽ പറയുന്നു. ഹോണസ്റ്റ്ലി എനിക്ക് പ്രത്യേകിച്ച് ഗോളൊന്നും ഇല്ലായിരുന്നു, എന്റെ മെയിൻ ലക്ഷ്യം തന്നെ സോങ്സ് ഒക്കെ എൻജോയ് ചെയ്യണം, അതുപോലെ തന്നെ ആർമീസിന്റെ മുന്നിൽ പെർഫോം ചെയ്യണം എന്നായിരുന്നു. കൂടാതെ ആർമീസിനെയൊക്കെ എന്റെ ന്യൂ ട്രാക്കും കാണിക്കണം. അപ്പോൾ ഒരു ആർമി മെക്സിക്കോയിലോട്ട് വരാൻ എക്സൈറ്റഡ് ആണോ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഐ ആം എക്സൈറ്റഡ് എന്ന് ഹോബി റിപ്ലൈ കൊടുക്കുന്നു. ഹോബി ഇങ്ങനെ കമന്റ് ഒക്കെ വായിച്ചു പോകുമ്പോൾ തന്നെ ഒരു കമന്റ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിലൊരു മെയിൽ സ്റ്റുഡന്റ് പറയുന്നത്, ഞാൻ ഫ്രണ്ട് റോയിൽ ഉണ്ടായിരുന്നു എന്നാണ്, ഞാൻ ഒരു സ്റ്റുഡന്റ് ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഹോബി പറയുന്നുണ്ട്, ഹേ കിഡ്, ഡിഡ് യു ഹാവ് ഫൺ എന്ന്. കണ്ടിന്യൂ ചെയ്യുന്ന ലൈവിൽ ഹോബി പറയുന്നുണ്ട്, നിങ്ങൾ കോൺസേർട്ടിന്റെ ഷെഡ്യൂൾ ഒക്കെ കണ്ടില്ലായിരുന്നു, ഇവന്റ് എല്ലാം ഹാപ്പൻ ചെയ്യുന്നത് ഡേയിൽ തന്നെയാണെന്ന്. കൂടാതെ ഈ ഷെഡ്യൂളിന്റെ ഇടയിലുള്ള ഇവന്റ്സ് ഒക്കെയും ഈ ഒരു കോൺസേർട്ടിന്റെ ഇടയിൽ തന്നെ ആയിരിക്കുമെന്ന് ഹോബി പറയുന്നുണ്ട്. എന്നിട്ട് ഹോബി ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ഷെഡ്യൂൾസ് ഒക്കെ ഓൾറെഡി ഔട്ട് ആയില്ലേ എന്ന് ആർമീസിനോട് തന്നെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്റെ എല്ലാ ട്രാക്കും നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യണം, അതുകൊണ്ട് ഈ ഇവന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നും പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സ്വീറ്റ് ഡ്രീംസിന് വേണ്ടി എക്സൈറ്റഡ് ആണെന്ന് കരുതുന്നു, നിങ്ങൾ എല്ലാവരും അത് ലിസൺ ചെയ്യുമെന്നും കരുതുന്നു എന്നും ഹോബി പറയുന്നുണ്ട്. സ്വീറ്റ് ഡ്രീംസിന്റെ ഡാൻസിങ്ങിന്റെ പെർഫോമൻസും കൂടെ കാണിക്കാമെന്ന് ഹോബിയോട് ആർമീസ് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പോ ടിക്ടോക്കിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, നിങ്ങളതൊക്കെ കാണാറുണ്ടായിരിക്കും. ഞാൻ എന്തായാലും ഈ ഒരു ചലഞ്ച്, സ്വീറ്റ് ഡ്രീമിന്റെ ഒരു ചലഞ്ച് ടിക്ടോക്കിൽ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ടിക്ടോക്ക് വളരെ ഹാർഡാണെന്നും ഹോബി പറയുന്നു. പിന്നെ ഹോബി ഒരു കാര്യം പറഞ്ഞായിരുന്നു, എല്ലാവർക്കും എപ്പോഴും ബെറ്റർ ആകാൻ പറ്റില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ എല്ലാം ബെറ്റർ ആണോന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാരും ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ആകാൻ പറ്റില്ല, 100% ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ആയിട്ട് ആരും തന്നെ ഇല്ല എന്നും ഹോബി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ സ്വീറ്റ് ഡ്രീമിന്റെ ഫുൾ വെർഷൻ കേൾക്കണം, കാരണം അത് വളരെ ബെറ്റർ ആയിരിക്കും, ചെറിയ ചെറിയ പാട്ടിനേക്കാളും ആ ഫുൾ വെർഷൻ ബെറ്റർ ആയിരിക്കും എന്ന് ഹോബി പറയുന്നുണ്ട്. ഞാൻ ഹോബിക്ക് വേണ്ടിയാണ് ടിക്ടോക്ക് എടുത്തത് എന്ന് ആർമീസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ ചാലഞ്ചുകൾ ഞാൻ നൽകാമെന്നും ഹോബി പറയുന്നുണ്ട്. ഹോബിയുടെ ആർമീസ് ഫുഡൊക്കെ കഴിച്ചോ ചോദിക്കുമ്പോൾ മലറ്റാങ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, മലറ്റാങ് എന്ന് ചോദിച്ചപ്പോഴത്തേന് അതൊരു സ്പൈസി ഫുഡാണെന്ന് തോന്നുന്നു. ഹോബി പറയുന്നുണ്ട്, ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് സ്പൈസി ഫുഡെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യും, അതുകൊണ്ട് ഞാൻ സ്പൈസി ഫുഡൊന്നും കഴിക്കാറില്ല, കാരണം നാളെ എനിക്കൊരു ഇമ്പോർട്ടന്റ് ബിസിനസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞത് മൈ കോൺസേർട്ട് എന്ന് ഹോബി എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ബിസിനസ് എന്ന് പിന്നെ പണ്ട് ഹോബി ചിരിക്കുവാണ്, കാരണം ഹോബി കോൺസേർട്ടിനാണ് ഇമ്പോർട്ടന്റ് ബിസിനസ് എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങളെല്ലാം ബോൺ വോയേജ് കണ്ടില്ലേ, വാച്ച് ചെയ്തില്ലേ എന്നൊക്കെ ഹോബി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഹോബി ലൈവിൽ നിന്ന് പോവുമായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ നാളെ ഒന്നുകൂടെ ഷോ കഴിഞ്ഞിട്ട് ലൈവിൽ വരുമെന്നും പറഞ്ഞ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞിട്ട് ഹോബി ലൈവ് എൻഡ് ചെയ്തു. ആർമീസ് നമ്മൾ ഷോർട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഇതിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അടുത്ത ഹോബിയുടെ ഷെഡ്യൂൾസ് നമുക്ക് ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. മാർച്ച് 1, 2 കൊണ്ട്, അതായത് ഇന്നലെ ഇന്നും കൊണ്ട് ഹോബിയുടെ ഹോപ്പ് ഓൺ ദി സ്റ്റേജ് കോൺസേർട്ട് സിയോളിൽ എൻഡ് ആയിട്ടുണ്ട്. മാർച്ച് 3, 4 കോൺസെപ്റ്റ് ഫോട്ടോ, സ്വീറ്റ് ഡ്രീംസിന്റെ കോൺസെപ്റ്റ് ഫോട്ടോ റിലീസ് ആവുന്നതാണ്. മാർച്ച് 5, 6 വീഡിയോ ടീസേഴ്സും റിലീസ് ആകും. മാർച്ച് 7 ഹോബിയുടെ സിംഗിൾ ആയ സ്വീറ്റ് ഡ്രീംസ് റിലീസ് ആവുന്നതും, അതുപോലെ തന്നെ ഓഫ്ലൈൻ ഇവന്റ് ആയ സ്വീറ്റ് ഡ്രീം ലാൻഡും എല്ലാം മാർച്ച് 7 നമ്മൾ നമ്മുടെ പോസ്റ്റിൽ ഫുൾ ഷെഡ്യൂളിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോസ്റ്റിന്റെ അവിടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ആർമീസ്.